ഇനിയിപ്പോ ഇത് കഴിക്കാനായിട്ട് അങ്ങ് അഫ്ഗാനിസ്ഥാൻ വരെ ഒന്നും പോവണ്ട, നമുക്ക് വീട്ടിലുണ്ടാക്കാന്നേ. അപ്പൊ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി 1 കിലോയോളം മട്ടന്റെ പീസസ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കഷ്ണങ്ങളാക്കി ഒരു സവോളയും 8-10 വെളുത്തുള്ളിയും ചതച്ചെടുത്ത ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 ബേ ലീവ്സും 2 കഷ്ണം പട്ടയും 2 ഏലക്കായും 3-4 ഗ്രാമ്പൂവും 1 ടീസ്പൂൺ വീതം പച്ചമല്ലിയും പെരിഞ്ചീരകവും ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും മട്ടൻ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ അടുപ്പിച്ചേച്ച് മതി അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ആ എയറൊക്കെ മുഴുവനായും പോയതിനു ശേഷം നമ്മൾ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ മട്ടന്റെ പീസ് എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ആ പീസ് എല്ലാം ആ സ്റ്റോക്കിൽ നിന്ന് കോരി മാറ്റി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ല പോലെ ഒന്ന് മൊരിയിച്ച് കോരി മാറ്റാം. ഇനി അതേ ഓയിലിലേക്ക് മട്ടൻ വെന്ത സ്റ്റോക്ക് ഉൾപ്പെടെ അളന്ന് നോക്കി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറുതായി തിളച്ച് വന്നാൽ കഴുകി വൃത്തിയാക്കി വെച്ച 4 ഗ്ലാസ് ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്ത് ഒരു 90% നമ്മുടെ റൈസ് കുക്കായി വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ച മട്ടൻ്റെ പീസസ് ഇല്ലേ, അതും കൂടി ഇതുപോലെ റൈസിന് മുകളിലായി വെച്ച് കൊടുത്ത് നെയ്യിൽ വറുത്ത് കോരി വെച്ച ക്യാരറ്റും സവോളയും ഉണക്കമുന്തിരിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് മുകളിലായി ഒരു വെയിറ്റും കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് ചെറുതീയിൽ ഒരു 10-15 മിനിറ്റോടെ കുക്ക് ചെയ്തെടുത്താൽ നല്ലൊരു അടിപൊളി അഫ്ഗാനി മട്ടൻ പുലാവ് റെഡി. ഇതാ നോക്കിയ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും ആണ്. അപ്പോൾ എങ്ങനാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.